ഞാൻ കേട്ടത് എന്തൊക്കെയത് എന്റെ തൊലി വലിയ പോയി. എനിക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. എന്തൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത് ചോദിച്ചതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താണ് മനസ്സിലാവാത്തത്? എന്നാ ഞാനൊന്നും കാണുന്നിരുന്നാണോ കേൾക്കുന്നിരുന്നാണോ? എനിക്ക് ഒന്നും മനസ്സിലാവാത്ത കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നും എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് വേണ്ട വേണ്ടെന്ന് വെച്ചതേ അത് എന്നെ മനസ്സിലായി. അത് മനസ്സിലാവാത്തതുകൊണ്ടല്ല. നിങ്ങൾ ആരെങ്കിലും അല്ല പലരും അമ്മച്ച് പറഞ്ഞോ നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് വരുന്നത് പറഞ്ഞു നാലെണ്ണം നിൽക്കുന്നില്ല. ഭയം വലിയ ലുക്ക് നിൽക്കും മാത്രമേ ഈ പോരാട്ടത്തിന്റെ വായ്പ നടക്കില്ല. അതേ പിന്നെ ഇവിടെ അട്ടഹാസം കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞു എല്ലാത്തിനും കഴിഞ്ഞു എല്ലാം ആർച്ച് വെച്ചേ കാണുന്നത് ഇവിടെ സന്ദർഭം അവിടെ അതാ അടുക്കള വീട്ടിൽ നിങ്ങളൊക്കെ ബാക്കി എന്താ പറയാനാ അതിന്റെ വലിയ ബാക്കി മക്കൾ അത് നടക്കുന്ന കാര്യമില്ല. നീ കല്യാണം അവിടെ ജിവിനെ നീ ഞാൻ അറിയില്ല. നീ സന്ദർഭത്തിന് ബാക്കി കേട്ടോ. നാലെണ്ണം നിൽക്കുന്ന കണ്ട് ചൊറങ്ങി കയറി വരിക എന്നടിക്ക് നിങ്ങൾക്ക് വരുന്നു എന്നെ നോട്ടാവുന്നില്ല. ഞാൻ ശരിയാക്കി തരാൻ എന്നാ ചെയ്യും ഇതിന് തീരുമാനമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്നെ പ്രശ്നമില്ല. നാട്ടുകാർ മാത്രമാണ് എല്ലാവരും ആണോ? നീക്ക് ഒരു പ്രശ്നം നിങ്ങൾ എന്നോട് പറയാം. എന്നോട് എന്നോട് പറഞ്ഞില്ല. ഞാൻ പരിഹരിച്ചിരുന്നു കാര്യം എനിക്കെന്നറിയാം എന്നാണ് ഞാൻ പരിഹരിക്കാത്തത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കാര്യം പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി കാര്യം ഓരോ നിൽക്ക് ഞാൻ എല്ലാവരും ചോദിച്ചില്ല. എന്റെ മമ്മി ഇതൊക്കെ ശാന്തമായി മിതമായ ശബ്ദത്തിൽ സംസാരിച്ചു വരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തിനാ മമ്മി ഹൈ പ്രഷർ കൊടുത്തത് സംസാരിക്കുന്നത്? അതിന് ആവശ്യമില്ല. എന്റെ മമ്മി ശാന്തമായി സംസാരിച്ചത് ശാന്തമായി സംസാരിക്കുന്നു. ഇത് ശാന്തമായി സംസാരിക്കാൻ പറഞ്ഞാണെന്നുണ്ടാവില്ല. പട്ടണെങ്കിൽ രണ്ടും കൂടെ പട്ടാചത്തിൽ പോയി കിടന്നു. അത് എന്റെ നെഞ്ചിട്ട് കയറുമല്ല പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ കഴിഞ്ഞേക്കും. ഇപ്പൊ ശാന്തതയില്ലേ? നിനക്ക് ശാന്തമായിട്ട് മിതമായ ശബ്ദത്തിൽ സംസാരിക്കാനാണ് പറ്റുന്നില്ലേ? അതുപോലെ തന്നെ ഇരിക്കുന്നു. എനിക്ക് ഇന്നത്തെ നല്ലോണം പോകും. അത് എനിക്ക് വരുന്നേ. അപ്പം ഞാനും കുറച്ച് ഉച്ചയ്ക്ക് സംസാരിക്കും. അപ്പൊ ചോദിക്കാൻ വേണ്ട പക്ഷേ ചോദിച്ചേ ഞാൻ ചോദിച്ചേ ഇതിനോട് അടക്കപ്പെട്ടത് നിന്നോടല്ല. അവന്റെ ഇടയ്ക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ശാന്ത ഒരുപാട് രണ്ടു മൂന്ന് നിർത്തിയത് എന്തുവാ ഇത് കേൾക്കുന്നവർക്കെ എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്നാണ്. കിടന്നങ്ങൾ കാറിക്കൂവാണ്. ഇപ്പൊ ഞാനൊന്നും മിണ്ടാത്തയാണ് നിങ്ങളുടെ കുഴപ്പമില്ല. കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഇടിച്ചു കയറി വരേണ്ട ആവശ്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ നീ അങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചറിയില്ല. അപ്പൊ എല്ലാം കൂടെ അങ്ങ് വരുന്നത് വരണം. എന്നതും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വിശ്വാസമില്ല. നീ കൊണ്ട് പറഞ്ഞു കൊടുത്തേ വേറെ പ്രശ്നമില്ല. പ്രശ്നമില്ല. ഞങ്ങളുടെ കൂട്ടയല്ലേ നമ്മൾക്ക് നല്ല ഒരുപോലെ നോക്കുന്നത്. നിങ്ങൾ കാണുന്നില്ല ഞങ്ങളൊരു അതൊന്ന് ചേർന്ന് നിന്നാലല്ലേ ചേർത്ത് തോന്നുള്ളൂ. ഓ ചേർന്ന് നിൽക്ക് ജിബിനായിട്ട് ചേർച്ച ഇല്ല വീട് കൈമോട്ട് പൊട്ടിപ്പിടിച്ച മോളെ ക്രിമി കയ്യെഴുത്തിനും കൂടെ മാറിലേക്കടി അവിടെ അവളെ ചേർപ്പിക്കാൻ വന്നിരിക്കുക. കൊള്ളാലോ ഒന്ന് വെട്ടിപ്പിടിച്ച് കാണുന്നില്ല. ആഗ്രഹം കൊള്ളാലോ. ചിലരൊന്നുമല്ല നിങ്ങൾക്ക് അത്ര വെട്ടിപ്പിടിച്ച് കാണുമെങ്കിൽ ഞങ്ങളുടെ അതും കൂടെ വെച്ചിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ച് കാണാൻ വന്നിരിക്കുന്നത് ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ല. അമ്മായി പോകാം. നീ അമ്മായി നേരത്തെ വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലും അമ്മായിന്റെ വിശപ്പ് മാറാനും ഇപ്പൊ അല്ലെ അങ്ങനെ ഒരു റെഡി മുക്കാളാവുന്നത്. നീ അങ്ങനെ പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് വായിക്കണം. അപ്പൊ എനിക്ക് 5 പെട്ടി കഴിച്ചിരുന്നു. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. വെറുതെ ഉണ്ടാക്കി തന്നെ എന്റെ വിശക്കുന്നത് കുറവ് അങ്ങനെ. നീ എന്നെ നേരത്തെ 5 പെട്ടി ഇതൊക്കെ എങ്ങോട്ട് എടി മെല്ലമെന്ന രീതിയിൽ എല്ലാം ഒറ്റയ്ക്ക് ദഹിപ്പിക്കാതെ എല്ലാം കൂടെ പെട്ടെന്ന് പൊടിച്ചൊന്ന് താഴ്ത്തുക. ഞാൻ എടുത്തു എല്ലാ ദിവസത്തെ പോലെയും ഇന്നത്തെ ഓട്ടപ്പാച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. മേഘി ഇന്നത്തെ രാത്രിത്തെ സംഭവങ്ങളെന്ന് പറഞ്ഞില്ലെങ്കിലും ജുവിന് മൊത്തം അതിൻ്റെ നന്നേ ക്ഷീണമുണ്ട്. ജുവിന് ഭക്ഷണമൊന്നും കഴിക്കാതെ നേരത്തെ തന്നെ കമ്പനിയിലേക്ക് പോയി. കൃതി കുറേ നേരം അവന് നിൽക്കാൻ വേണ്ടി വിളിച്ചെങ്കിലും അതൊന്നും ജുവിന് മൈൻഡാക്കിയില്ല. ജോയ് രാവിലെ ആയതോ വീട്ടിൽ ഒച്ചമേള ഇതൊന്നും അറിയുന്നതേ ഇല്ല. മേഘ എണീറ്റ് വന്ന് ഇതൊന്നും ഒരു കാര്യമേ അല്ല എന്ന് മറ്റും ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ നിന്ന് ഉറക്കം നോക്കിക്കൊണ്ടിരിക്കണം. ആ വരുന്നു കൃതിയുടെ പോലെ. കൃതി പറയുന്ന കാര്യം കേട്ടത് മമ്മിക്ക് നല്ല ദേഷ്യം പറഞ്ഞു. അങ്ങനെ അത് തന്നെ വേണം അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന മട്ടി മമ്മി ഒരുപാട് വഴക്ക് പറഞ്ഞു. കോള് കേട്ടാലും കൃതിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്നിട്ടപ്പോൾ തന്നെ ഇന്നും നല്ല വയറ് നിറച്ച് കിട്ടാനുള്ള തുടങ്ങി. അധികം താമസിച്ചില്ല. അതിന് പിന്നെ മുറ്റത്തൊരു കാര്യം വന്നു. ചൂടുവെടുത്ത് മമ്മി അടുക്കളയിൽ നിന്ന് പറന്നു വരുമ്പോഴാണ് അവൻ്റെ കൂടെ ഒരു സ്റ്റാഫ് കൂടി ഉണ്ടെന്നുള്ള കാര്യം മമ്മി അറിയുന്നത്. ചൂടോടെ ഇട്ട് മോനെ കാര്യം വിശേഷം അന്വേഷിക്കാൻ വേണ്ടി പെട്ടെന്ന് മമ്മി ജുവിൻ്റെ അടുത്തേക്ക് പോയി. പോയി കടന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കൊക്കെ നടക്കുന്നു. കുറെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറൊക്കെ നോക്കിയിട്ടാണ് കുറച്ച് നേരത്തേക്ക് ഞാൻ ശല്യപ്പെടുത്താൻ വേണ്ടി ആരും റിമോട്ട് കൊണ്ടുപോകും.
എന്റെ അമ്മ ഇങ്ങനെ നോക്കിയേക്കാൻ മാത്രം ഇതിന് വലിയ കുഴപ്പമൊന്നും ഞാൻ പറയില്ല, ഞാൻ നോക്കിയാണ്. ഒന്ന് കിടന്നാൽ തീരാന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയാം. എടാ നീ ഇത്രയൊക്കെ വളർന്നു ചെറിയ കൊച്ചൊന്നുമല്ലോ കാണാം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കാന്നൊക്കെ ഒരമ്മ എത്ര സ്നേഹം വെച്ചിട്ടാ പുറം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞു എന്നെ കഴിക്കാതെ പോവല്ലേ ഞാൻ പറഞ്ഞു, പക്ഷെ നീ അത് കേട്ടില്ല, ഇറങ്ങി പോയി. ഇപ്പൊ എങ്ങനെ ഇരിക്കും, തരാതെ വീട് സുഖമായിട്ട് നിൽക്കും. എടാ പറയുന്ന ആദ്യം കേൾക്കാം, അതിപ്പോ എത്ര വീടാണെങ്കിൽ എത്ര ചെയ്താൽ ആരും അത് കേട്ടിട്ടില്ല. അങ്ങനെ തുണി അങ്ങ് പോകും, തുണിയാണെങ്കിൽ എല്ലാവർക്കും നീരടി. ജിബേ നീ കിടക്കുവാണോ? എന്നാടാ പറ്റിയത്? അമ്മ പറഞ്ഞല്ലോ നിനക്ക് സുഖമില്ലായിരുന്നു, തലാർന്ന് വീഴും, രാവിലെ ഒന്നും കഴിക്കാതെ പോയി നോക്കുക. എന്നാ പറ്റിയതാ? ഒന്നുമില്ല, ചെറിയൊരു തലവേദന തകർക്കും, അത്രേ ഉള്ളൂ. ഒന്ന് പോയേ, എനിക്കൊന്ന് കിടക്കണമായിരുന്നു. അയ്യോ ജുബിലിട്ട് അമ്മ പറഞ്ഞല്ലോ സുഖമില്ലാന്നൊക്കെ. കാലം വേഗം തളരുന്നുണ്ടോ? തല പൊട്ടി പോകുന്നത് തോന്നുന്നുണ്ടോ? ഛർദിക്കാൻ വരുന്നുണ്ടോ? എന്ത് പറ്റിയ എന്താന്ന് പറ. നാക്ക് കുഴഞ്ഞു പോവുകയാണോ? വർത്താനം പറയാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ ഒന്നും കേൾക്കുന്നില്ലേ? എന്നാ പ്രശ്നമായി? അറിയാൻ ചോദിക്കുക. അമ്മ പറഞ്ഞില്ല, പറ അമ്മയോടൊക്കെ ചോദിച്ചപ്പോ അവിടെ എന്നാ പറ്റിയെന്ന് പറയാൻ കയറി വന്നിരിക്കുന്നു. എടി എനിക്കൊരു കുഴപ്പമില്ല, നീയൊക്കെ കുറച്ച് നേരത്തേക്കൊന്നും എങ്ങോട്ടെങ്കിലും പോയി തരുക. സമാധാനം കളയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കയറുമെന്ന് തോന്നുന്നു. നിനക്കെന്നെ കൊല്ലാഞ്ഞിട്ട് വല്ലാത്ത സൂക്കേടാണെന്ന് തോന്നില്ല. ചോറമ്മ ഞാൻ വിളിച്ച് പറയടേ തോന്നുന്നു. ഇപ്പൊ നീ ആരെങ്കിലും പോവാൻ നോക്കും. എടാ ചേട്ടാ, നിനക്ക് എന്നാ പറ്റിയേ? അമ്മ പറഞ്ഞല്ലോ സുഖമില്ലായിരുന്നു. നീ എന്നെ തളാക്കി വീണോ? എടാ എന്നാടെ പറ്റി, നീ എന്നോട് പറ. എടാ നിന്റെ അന്നീരട നീ തുറന്നു പറ, എന്നെ പ്രശ്നം നീ തുറന്നു പറ. എടാ പരിഹരിക്കട നീ തുറന്നു പറയാ. ഒടിച്ച് നിന്റെ ചെറുതും കുടിക്കണം, അറിയിപ്പോടാ പോകുന്നു. ഓരോന്നും സമാധാനം കിടത്താൻ വേണ്ടി കയറി വന്നു. എടാ അമ്മ പറഞ്ഞു അമ്മയോടങ്ങ് ചോദിച്ചപ്പോരെ, ഇതിനാ ചോദിക്കണോണ്ട് നീ കയറിയും വരണേ. സമാധാനമായിട്ട് ഉറങ്ങാൻ വിടില്ല. ഞാൻ അമ്മച്ചോട് പറഞ്ഞു എനിക്ക് കുറച്ചു നേരം കിടക്കണം, ഇങ്ങോട്ട് ഇറങ്ങി വിടരുത്. അതൊക്കെ അതിനനുസരിച്ച് വിട്ടോണ്ടിരിക്കും. ഇനി ആദ്യം വീട്ടിൽ വന്നിട്ട് എന്താ പറ്റിയെന്ന് പറയുന്നത്. 4 പേരും കൂടെ നല്ല കാര്യമായ ചർച്ചയിലാണ് താഴെ ഹാളിൽ. അപ്പോഴേക്ക് ഇതാ കൃതിയും കൂടെ കയറി വരുന്നുണ്ട്. കൃതിനെ കണ്ടപ്പോൾ ചോദ്യം ഓടിച്ചു നിന്നാ ചേട്ടൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞു കേട്ടതും കൃതിക്ക് നല്ല കലി കയറാൻ തുടങ്ങി. പിന്നെ കൃതി പറഞ്ഞത് എന്താണെന്നല്ല,